കൊല്ലം നീലേശ്വരം അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് അഭിനേഷ്. രക്ഷകൻ ആയതാകട്ടെ കൂട്ടുകാരൻ ഓം ശങ്കറും. ബസ് സ്റ്റോപ്പിൽ നിന്ന് അഭിനേഷിനെ ഹോംവർക്ക് ചെയ്യാനായി വിളിച്ചുകൊണ്ട് പോയതിന് പിന്നാലെയാണ് അപകടമുണ്ടായത്. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലായിരുന്നു രക്ഷപ്പെടൽ. നമ്മളുള്ളത് സംഭവം നടന്ന സ്ഥലത്താണ്. ദൃക്സാക്ഷി 2 വിദ്യാർത്ഥികളുണ്ട്, നമ്മളോടൊപ്പം ചേരുകയാണ്. ശരിക്കും അപകടത്തിൽ നിന്നും കൂട്ടുകാരനെ രക്ഷപ്പെടുത്തി. മകൻ്റെ പേരെന്താ? ഓം ശങ്കർ. എങ്ങനെയായിരുന്നു മോനെ സംഭവം? സംഭവം എന്ന് പറഞ്ഞാൽ ലോറിയാണെങ്കിൽ അവിടുന്ന് സ്പീഡ് വരുമായിരുന്നു. അപ്പോഴത്തേക്കാണെങ്കിൽ ഒരു ബുള്ളറ്റുകാരൻ വന്നായിരുന്നു. ബുള്ളറ്റുകാരൻ ഇങ്ങോട്ട് സൈഡാക്കി മാനായിട്ട് പോയപ്പോഴത്തേക്കും ഇയാളാണ് സ്പീഡിലാണെങ്കിൽ ഈ ബുള്ളറ്റുകാരനെ വന്ന് ഇടിച്ച്. ബുള്ളറ്റുകാരൻ ഇവിടെ വന്ന് കിടന്ന് മറ്റേ ലോറി ആണെങ്കിലേ മറിഞ്ഞ് ഇങ്ങോട്ട് വന്ന് കിടന്ന് അവിടെ 4 കുട്ടികൾ ഇപ്പോൾ ഉണ്ടായിരുന്നു. അവരുടെ മണ്ടയിലോട്ട് അങ്ങ് വീണ്. ഞാൻ ഇവിടെ നിന്നായിരുന്നു. ഇവനാണെങ്കിൽ അവിടുന്ന് വരുമായിരുന്നു. ഹോംവർക്കിന്റെ അല്ല, ഞാൻ ട്യൂഷനെ വന്നേ. അപ്പോൾ ഒരു ഹോംവർക്കിന്റെ കാര്യോട് ഇവര് ചോദിക്കാണ്ട് അങ്ങോട്ട് വിളിച്ച്. അപ്പോഴത്തേക്ക് ലോറി ഇവിടെ നിന്ന് മാറി. ഈ സംഭവം വലിയ അപകടമായിരുന്നല്ലേ? ഞെട്ടിപ്പോയോ? ഞെട്ടിപ്പോയി. അറിയാവുന്നവരൊക്കെ ഉണ്ടായിരുന്നോ? കണ്ടുപരിചയുള്ളൂ. വലിയ ശബ്ദമായിരുന്നു. ഭയങ്കര ശബ്ദമായിരുന്നു. ഞങ്ങള് ചെവി എത്തി. മക്കളുടെ കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികളാരെങ്കിലും സമയത്ത് ഉണ്ടായിരുന്നോ? ഇതറിഞ്ഞു ഇവനെ പിടിച്ച് മാറ്റുമായിരുന്നു, അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടായിരുന്നു. നിന്ന സമയത്ത് സ്ഥലത്തായിരുന്നു ഈ വാഹനം വന്ന് പറഞ്ഞത്? അല്ല, മറ്റേ ഒരു മഞ്ഞ സാധനം അവിടെ ഇല്ലേ, ഒരു കമ്പ് പോലത്തെ, അതിന്റെ മുമ്പിലല്ല എൻ്റെ പുറകിലായിരുന്നു ഞാൻ വന്ന് നിന്നത്. എൻ്റെ അങ്ങോട്ട് ഞാൻ ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടാണ്. അതായിരുന്നു നടന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. 4 സ്കൂളിൽ പോകാൻ വേണ്ടി പിന്നെ 2 മാമന്മാര് അവരൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഈ ബസ് ലേറ്റ് ആയി എന്ന് പറയുന്നത്? ബസ് ലേറ്റ് 7:10 വണ്ടി നേരെ കാലം. ആൾക്കാർ കൂടുതലായിരുന്നു ബസ്സിൽ പോകാനായിട്ട്. ഈ ഒരു ഷോക്കിൽ നിന്നും ഈ കുട്ടികൾ ഇതുവരെയും മുക്തരായിട്ടില്ല. ഈ മകൻ്റെ ഒരു സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് ഈ കുട്ടിയും രക്ഷപ്പെട്ടത്. എസ് സുരീഷ്, ന്യൂസ് 18 കൊല്ലം. അപകടത്തിന്റെ ഞെട്ടലിലാണ് ദൃക്സാക്ഷികൾ. വിദ്യാർത്ഥിയുടെ വാക്കുകൾ. സംഭവത്തിന്റെ ദൃക്സാക്ഷി അഞ്ജലി നമ്മളോടൊപ്പം ചേരുകയാണ്. അഞ്ജലി, ശരിക്കും എങ്ങനെയായിരുന്നു സംഭവിച്ചത് ഈ ഒരു ദുരന്തം? ഞാൻ 50 ഇവിടെ വന്ന് ഇന്നയായിരുന്നു. അന്നേരം നല്ല പിള്ളേരും ഉണ്ടായിരുന്നു, 10-12 പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പം നല്ല ഓവർ സ്പീഡ് വന്നായിരുന്നു ടിപ്പർ. അതിനോട് കൂടെ ബുള്ളറ്റ് ഏത് വഴി വന്നെന്ന് എനിക്കറിയാമേ. അപ്പോൾ ആ ടിപ്പർ വന്ന കുഞ്ഞുങ്ങളുടെ ദേഹത്തോട് വന്ന് വീഴുമായിരുന്നു. പക്ഷെ ആ ബുള്ളറ്റ് അവിടെ വന്നായിരുന്നു. അത് ഏത് വഴിയാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് മരിച്ചെന്നൊക്കെ പറയുന്നത് കറക്റ്റായിട്ടുള്ള വിവരം അറിയത്തില്ല. അപ്പോൾ ആ ടിപ്പർ വന്നങ്ങ് വീണ കുഞ്ഞുങ്ങളുടെ ദേഹത്തോട്ട്. അപ്പോഴത്തേന് എൻ്റെ അടുത്ത് 2 പിള്ളേർ നിൽപ്പുണ്ടായിരുന്നു, പെങ്കൊച്ചിനുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടി ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മാറി. ഞാൻ അപ്പോഴത്തേന് പിന്നെ നാട്ടുകാരും വന്നു. പിന്നെ അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നു. സംഭവം നടന്ന ടൈമിൽ തന്നെ അമ്മയെ വിളിച്ചപ്പം തന്നെ അമ്മയും അനിയും എല്ലാം ഇനി വന്ന്. അപ്പോൾ പിന്നെ ഞാൻ അനിയോടെ കയറി ഫയർഫോഴ്സിനെയും ആംബുലൻസിനെയും കയറി വിളിച്ച്. അപ്പോഴത്തേന് അവരെല്ലാവരും വന്നു. പിന്നെ JCB ഒക്കെ പിന്നെ നാട്ടുകാരെല്ലാവരും വന്നു. പിന്നെ വണ്ടിക്കകത്തുള്ളവരൊക്കെ വന്നായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പോകേണ്ട ബസ്സും വന്നായിരുന്നു. പിന്നെ അവരെല്ലാവരും വന്ന് ഞങ്ങൾക്ക് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ബസ്. 10-12 പിള്ളേരുണ്ടായിരുന്നു. ഞാൻ 7:10 സ്ത്രീവചനത്തിന് പോകുന്ന പിള്ളേരായിരുന്നു ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്ന് നിൽക്കുന്ന സമയമായിരുന്നു. കാരണം കുറച്ച് പേരായിരുന്നു ഇതിൻ്റെ അകത്ത് വന്ന് വീണത്. ഫയർഫോഴ്സിനെ വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ എത്തി. അവരെല്ലാം പെട്ടെന്ന് തന്നെ എത്തി. ഫയർഫോഴ്സിനെ ഞങ്ങൾ വിളിച്ചപ്പോഴത്തേന് കൊല്ലം തുടങ്ങാണ്ടായിരുന്നു കണക്ട് ആയത്. പിന്നെ അവർ പെട്ടെന്ന് തന്നെ കൊട്ടാരക്കരയിലേക്ക് കണക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ അവരെത്തി. പെട്ടെന്ന് തന്നെ മണ്ണിനടിയിൽ നിന്ന് ആൾക്കാരെ എടുത്തു. പെട്ടെന്ന് തന്നെ മണ്ണിൽ നിന്ന് ആൾക്കാരെല്ലാം എടുത്ത്. പിന്നെ അവർ കുറേ പിള്ളേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറയുന്നു. NSലൊക്കെ കൊണ്ടുപോയി. എവിടെ കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ല. കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. സഹോദരനാണോ വിളിച്ചത്? മോന്റെ പേരെങ്ങനെ? വൈശാഖാണ്. ഉടൻ തന്നെ ഫയർഫോഴ്സിന് പേര് അറിയിച്ചത്. അറിയായിരുന്നു നമ്പരൊക്കെ ഫയർഫോഴ്സിന്? ചേച്ചിക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് വിളിച്ചു. അപ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നടുക്കം വിട്ടു മാറിയിട്ടില്ല ഇവർ. എസ് സുരീഷ്, ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.